വളരെ കൊതിച്ചിരുന്നിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്ന വീഡിയോയാണിത്. എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം ഇവിടെ എന്നെ വീട്ടിൽ വന്നപ്പോൾ അവൾ കൊണ്ടുതന്ന ഒരു ഡെസേർട്ടാണ്. ഇത് ചോക്ലേറ്റ് ടോഫി പുഡിംഗ് എന്നൊക്കെ എന്തോ പേരുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും അവളോട് ചോദിച്ചറിഞ്ഞ അറിവുകൾ വെച്ച് ഞാൻ ട്രൈ ചെയ്തതാണ്. കുറച്ച് കുളമായിപ്പോയി എങ്കിലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മതി. നമ്മുടെ മാരിഗോൾഡിൻ്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വേണം, പിന്നെ ക്രീം വേണം. ക്രീമിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഏതൊക്കെ ക്രീമാണെന്നറിയില്ല. അപ്പോൾ ചേട്ടനാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് തിക്ക് ക്രീമും പിന്നെ ഫ്രഷ് ക്രീമും ആണെന്ന് തോന്നുന്നു വേണ്ടുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു 1.25 പാക്കറ്റ് തിക്ക് ക്രീമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേണം. പിന്നെ നമ്മുടെ ഈ ബിസ്ക്കറ്റ് വേണം, കുറച്ച് കാഷ്യൂസ് വേണം, പിന്നെ ഒരു ബട്ടർ വേണം. ഇത്രയും സാധനം. പിന്നെ ന്യൂട്ടെല്ല വേണം, കുറച്ച് ന്യൂട്ടെല്ല ഓപ്ഷണലാണ്, വേണമെങ്കിലും മതി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ കുറച്ച് ബട്ടർ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഈ ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതും നമ്മുടെ കാഷ്യൂസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഒരു സ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കാൻ ഏത് ട്രെയിലാണോ നമ്മളിത് ഉണ്ടാക്കാൻ ചിന്തിക്കുന്നത് ആ ട്രെയിലേക്ക് അത് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഞാൻ ക്യാരമൽ ടോഫിയുടെ തന്നെ മിൽക്ക് മെയ്ഡ് കിട്ടും. അപ്പോൾ ആ മിൽക്ക് മെയ്ഡ് എടുത്തിട്ട് ബീറ്റർ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതും ഈ ക്രീമുകളും ഒരുമിച്ച് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തത് കാരണം ഞാനിതെല്ലാം കൂടെ നമ്മുടെ മിക്സിയിലാണ് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തത്. അതിലേക്ക് തന്നെ 2 സ്പൂണ് ന്യൂട്ടെല്ല കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച് ട്രെയിൽ നിരത്തിയിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ ക്രീം കുറവായത്, ബിസ്ക്കറ്റ് കൂടിയതും കാരണം ഞാൻ പിന്നെ വീട്ടിൽ തന്നെ കുറച്ച് പാലും കോൺഫ്ലോറും കുറച്ച് പഞ്ചസാരയും ഒരു ഇച്ചിരി ബട്ടറും കൂടി ഇട്ട് ഒരു ക്രീം ഉണ്ടാക്കി, തിക്ക് ക്രീം ഉണ്ടാക്കി. അത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ആദ്യം ഫ്രണ്ട് തന്നതുപോലത്തെ ഒരു ലുക്കില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.